സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അവിൽ മിൽക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കിന്നൊരു അവൽ മിൽക്ക് ഉണ്ടാക്കാം. അവൽ മിൽക്കിനായിട്ട് നമ്മൾ ഇത് 2 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ റോബസ്റ്റ പഴമാണ്. നമുക്ക് ഒന്നുകൂടെ നല്ലത് പാളയംകോടൻ പഴം, ഞാലിപ്പൻ പഴം ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലെ പ്രധാന ചേരുവ നമ്മുടെ അവിലാണ്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള അവലെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവലിട്ട് കൊടുക്കാം. ഇനി അവൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിതാ മാമ്പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പഴം നമുക്ക് പൊടിച്ചിട്ട് നന്നായിട്ട് പഞ്ചസാര ചേർത്ത് ഉടച്ചെടുക്കണം. നമുക്കിങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര കൂടി ചേർക്കാം. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കരുത്. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക ചെയ്യാവുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കണം. പാല് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചും തണുപ്പിച്ചെടുത്ത പാലാണ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ പാലും പഴവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാലും പഴവും റെഡി ആയിട്ടുണ്ട്, മാമ്പഴം റെഡി ആയിട്ടുണ്ട്, പിന്നെ നമ്മുടെ അവൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയാണ്. പിന്നെ ഇത് നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്ത കശുവണ്ടിയും നിലക്കടലയുമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം അവിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മാമ്പഴം ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത നിലക്കടല ചേർത്ത് കൊടുക്കാം. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം.
റോസ്റ്റ് ചെയ്ത നമ്മുടെ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നിലക്കടല പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചാക്കിയതിന് ശേഷം ഇങ്ങനെ കോരി കുടിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇതൊന്ന് മൊത്തത്തിലൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മളിത് കഴിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക.